Hello friends, to channel House to Home. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള റെസിപ്പി ഒരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള വാനില കേക്ക് ആണ്. ഇതൊരു എഗ്ലെസ് വേർഷൻ മാത്രമല്ല, ഇതിലേക്ക് ഞാൻ ഒട്ടും ബട്ടറും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള വാനില കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മിക്സിംഗ് ബൗളാണ്. ഇതിലേക്ക് ആദ്യം 1 കപ്പ് പൗഡർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ 1/2 കപ്പ് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തത് സാധാരണ റിഫൈൻഡ് ഓയിലാണ്. എന്നിട്ട് നമുക്ക് ഇതിനൊരു ഹാൻഡ് വിസ്കിനെ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഓയിൽ നല്ലപോലെ അലിഞ്ഞ് കിട്ടണം, മാത്രമല്ല നല്ലൊരു സിൽക്കി ടെക്സ്ചർ വരണം. അതുവരെ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ കേക്ക് സൂപ്പർ ടേസ്റ്റിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നല്ലപോലെ നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഓസോറോ ഫ്രഞ്ച് വനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഒരു റീസെൻറ്റ് ഫേവറേറ്റ് ആണ്. ഞാനിതിനെ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റ് വാങ്ങിക്കുന്ന എസൻസിനെക്കാട്ടിലും ഇതിനൊരു നല്ലൊരു മൈൽഡ് ഫ്ലേവർ ഉണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊതുവേ കേക്കോ കുക്കീസൊക്കെ ബേക്ക് ചെയ്യുമ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടപ്പൊടിയും ചേർത്ത് കൊടുക്കാം, അത് നിങ്ങളെ ഇഷ്ടം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ക്രംബിൾ ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഞാനതിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാറ്റുലിനെ കൊണ്ട് നല്ല മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ജസ്റ്റ് ജെൻറ്റ്ലി മിക്സ് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ നമുക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിന്ന് ബേക്ക് ചെയ്യാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ അല്ല, അവനിലാണ്. പ്രഷർ കുക്കറിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രഷർ കുക്കറിൻ്റെ ബോട്ടത്തിൽ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ മണൽ എങ്ങനെ ചേർത്തിട്ട് ചൂടാക്കണം, അതായത് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ടൊരു ഡിസ്കോ സ്റ്റാൻഡോ വെച്ചിട്ട് ഏത് ട്രെയിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ട്രെയിൽ ഈ ബാറ്റർ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കിട്ടും. അവനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അവന് 10 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ചെയ്യുമ്പം തന്നെ ഞാനിതിനെ മിക്സ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഇതാണ് കേക്ക് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഏത് ട്രെയിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ ട്രെയിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ലൈൻ ചെയ്യാം. ബട്ടർ പേപ്പർ ലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഓയിലോ ബട്ടറോ ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ ലൈൻ ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ എടുത്ത് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി? നല്ല കറക്റ്റ് മെഷർമെൻ്റ് ആയിരുന്നു. ഇനി നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ടാപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ലെവൽ ചെയ്തു. മീൻവെൽ അവനും പ്രീ ഹീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ എൻ്റെ കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം. എന്നിട്ട് കറക്റ്റ് 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് ഞാനിതിനെ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 40 മിനിറ്റ്സിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്
ഇതായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു സ്ക്യൂവറിനെ കൊണ്ട് നിങ്ങൾക്ക് കുത്തി നോക്കിയാൽ മനസ്സിലാവും. അത് ഒട്ടും ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പം നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ കേക്ക് റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കും ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡായിട്ട് നിങ്ങളെ ഞാൻ കാണാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹൗസ് ടു ഹോം.